അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കും ഡാൽമിയ സിമന്റ്സിനും തിരിച്ചടി. ഡാൽമിയ സിമന്റ്സിന്റെ 793 കോടിയുടെ ഭൂമി ഇഡി കണ്ടുകെട്ടി. ഡാൽമിയ സിമന്റ്സിലെ ജഗൻമോഹനുള്ള 27.5 കോടി രൂപയുടെ ഓഹരികളും ഇഡി പിടിച്ചെടുത്തു. എസ് നന്ദഗോപൻ ചേരുന്ന വിവരങ്ങളുമായി. നന്ദഗോപൻ, നടപടി എന്താണ്? 2011 CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് 14 വർഷത്തിന് ശേഷം ED നടപടിയുണ്ടായത്. ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവ് രാജശേഖർ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ജഗന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതി സിമന്റ്സ്, അതേപോലെ തന്നെ റഘുറാം സിമന്റ്സ് എന്നീ കമ്പനികളിൽ ഡാൽമിയ സിമന്റ്സ് നിക്ഷേപം നടത്തിയിരുന്നു. ഇതിന് പകരമായി ഈ ജഗൻമോഹൻ റെഡ്ഡി വഴി കടപ്പ എന്നുള്ള സ്ഥലത്ത് 407 ഹെക്ടർ ഭൂമിയിൽ ഖനനാനുമതി ഡാൽമിയ സിമന്റ്സ് നേടിയെടുത്തതായിട്ട് CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കണ്ടെത്തിയിട്ടുണ്ട്. 2010 ജഗൻമോഹൻ റെഡ്ഡി, അതേപോലെ തന്നെ വിജയ് സായി റെഡ്ഡി, പുനീത് ഡാൽമിയ എന്നിവർ ചേർന്ന് റഘുറാം സിമന്റ്സിന്റെ ഓഹരികൾ പാർഫിലിം എന്ന ഒരു ഫ്രഞ്ച് കമ്പനിക്ക് വിറ്റിരുന്നു. ഇതിൽ നിന്നും 135 കോടി ലഭിച്ചതിൽ 55 കോടി രൂപ ജഗൻമോഹൻ റെഡ്ഡിക്കാണ് ലഭിച്ചത്. ഈ പണം ഹവാല ഇടപാടിലൂടെയാണ് ഭാരതത്തിലേക്ക് കടത്തിയതെന്നും മൊത്തം ഇടപാടുകൾ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നുമാണ് ഈ കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് 14 വർഷത്തിന് ശേഷം ഡാൽമിയ സിമന്റ്സിന്റെ 793 കോടി രൂപ വില വരുന്ന ഭൂമിയും, അതേപോലെ തന്നെ ഡാൽമിയ സിമന്റ്സിൽ ജഗൻമോഹൻ റെഡ്ഡിക്കുള്ള 27.5 കോടി രൂപയുടെ ഓഹരികളും ED പിടിച്ചെടുത്തിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി നന്ദൻ.